എത്ര കാലമായിട്ട് നമ്മളെ ചെക്കനെ കണ്ടിട്ട് നമ്മള് എന്താ പറയാ ഒന്നേ നമുക്ക് സർപ്രൈസ് തരാനേ. അല്ല എങ്ങോട്ടാ രണ്ടാളും കൂടി? നമ്മളെ ചെക്ക സർപ്രൈസ് ആയിട്ട് വന്നിട്ടില്ലേ, ഓനെ കാണാൻ പോണ്ടേ? അങ്ങോട്ട് ചെല്ലേ. പണ്ടത്തെ പോലെ തന്നെ നമ്മളൊന്നും തീരെ മൈൻഡ് ആക്കണില്ല. അന്ന ചിലപ്പോ മൈൻഡ് ആക്കിക്കൊള്ളുന്നില്ല, പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്കറിയാം. ഞങ്ങളൊക്കെ ഒരുമിച്ച് കളിച്ച് പഠിച്ചൊന്നും ആക്കാനാ. അതും പറഞ്ഞ അങ്ങോട്ട് ചെല്ലേ. ഇങ്ങോട്ട് പോവാ പൈസ. പണ്ടേ ഓൻ ഗൾഫ് പോയപ്പോഴേ നമ്മളോനെ എയർപോർട്ട് കൊണ്ടാക്കിന്. ആ ഓനെങ്ങനെ നമ്മളെ മെയിൻ ചെയ്യാതിരിക്കാം? വെട്ടി പൊളിച്ചിട്ടുണ്ടാവണി, നമുക്കൊന്നീ കൊടുന്നാ മതിയാണ്. എന്ത് കൊണ്ടുവരണേ, കിട്ടണത്തോളം നമുക്കാണ്ട് കൂട്ടാ. അതന്നെ നമ്മൾ സ്ഥിരം പരിപാടി. ആ ബാബു ജി അങ്ങോട്ട് പറയുന്നത് സർപ്രൈസ് ആയിട്ട് വന്നല്ലേടാ കള്ള. അതെ, എനിക്ക് അർജന്റ് ആയിട്ട് ഒരു സ്ഥലം വരെ പോകണ്ടേ, പിന്നെ കാണാം. സിയാദ് പറഞ്ഞ ശരി തന്നെയാണല്ലോ. അപ്പൊ തീരെ മൈൻഡ് ഇല്ല. അപ്പൊ പൈസ കൂടിയില്ലേ, അതാ കാരം. പൈസ കൂടി ആൾക്കാർ ഇങ്ങനെ മാറണി. എന്താ പറഞ്ഞേ? പൈസ കൂടിയിട്ട് എനിക്ക് അല്ലേ? എടാ, ഞാൻ ഗൾഫ് പോകാൻ തുടങ്ങിയിട്ട് 10-12 കൊല്ലായി. ഈ 12 കൊല്ലം കൊണ്ട് ജീവിതം പഠിപ്പിച്ച കുറെ അനുഭവ പാഠങ്ങളുണ്ട് എൻ്റെ അടുത്ത്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയത് നമുക്കിവിടെ വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ഒന്നും വേണ്ടിട്ടല്ല, നിവൃത്തികേട് കൊണ്ടാ. ഈ വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ കാണാതെ വർഷങ്ങളോളം അവിടെ പോയി കഷ്ടപ്പെടണം. നമ്മൾ വല്ലപ്പോയി ഒരു കോൾ ചെയ്യുമ്പോൾ നിങ്ങളെ കോൾ എടുക്കലുണ്ടപ്പോ നിങ്ങൾ എന്താ ചെയ്യല്? കോൾ ചെയ്യുമ്പോ ചെങ്ങായിക്ക് വേറെ പണില്ലടോ. ആരാണ്? ബാബു ഗൾഫിന്നേ. ഇത് ഫോൺ വിളിച്ചാ എടുത്തു കഴിഞ്ഞാ ഇങ്ങനെ വെക്കൂല, അങ്ങനെ ഞാൻ സ്വിച്ച് ഓഫ് ആക്കട്ടെ. ഇപ്പൊ വിളിച്ചിരിക്ക് ഓപ്പൊക്കെ ചെയ്. വിളിച്ചാ പിന്നെ വെക്കൂല. കട്ടക്കാലം തൊയിലും കിടക്കാനായിട്ട് ഉള്ള സമയം പോക്കാനായിട്ട് ഓൻ ഇങ്ങനെ വിളിച്ചിട്ട് നമ്മളിങ്ങനെ ഗുണഗുണമായിട്ട് പറഞ്ഞിരിക്കാൻ നമുക്കത്തെ വേറെ പണി, ഓനക്കത്തെ പണി ചോദിച്ചിട്ട് നമ്മള് ജോലി കഴിഞ്ഞ് റൂമിലെത്തുമ്പോ നാട്ടിലെ വിവരങ്ങൾ അറിയാനും ഒറ്റപ്പെടലിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങളൊക്കെ വിളിക്കുക. അപ്പൊ നിങ്ങൾക്ക് സമയമില്ല നമ്മളെ പായരം കേൾക്കാനേ. അപ്പൊ നാട്ടിൽ വരുമ്പോ ഞങ്ങൾക്കും സമയമില്ല നിങ്ങളെ കൂടെ നടക്കാനേ. ആ ഒഴിവാക്കലിന്റെ ആ വേദന ഉണ്ടല്ലോ, ബുദ്ധിമുട്ടേ, അതൊക്കെ നിങ്ങളും കുറച്ചൊക്കെ അറിയണം. ഒരു 5-8 വർഷം മുമ്പൊക്കെ നമ്മളായിരുന്നു ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചിരുന്നത്. കാരണം എന്താ? നിങ്ങളെ പൈസ ചെലവാക്കിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അന്നും ഇവിടുന്ന് ഗൾഫിക്ക് വിളിക്കാൻ പൈസ കുറവായിരുന്നു, ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കാനാണ് പൈസ കൂടുതൽ. എന്നിട്ട് നിങ്ങൾ ആരെയും വിളിച്ചു നമ്മളാ? എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യും? ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് ആഴ്ചയിൽ 2-3 പ്രാവശ്യങ്ങൾ വിളിക്കലുണ്ട്, സംസാരിക്കലുണ്ട്. നിങ്ങളെന്നല്ല, കുടുംബക്കാരെയും ചെങ്ങന്മാരെയും എല്ലാവരും വിളിക്കലുണ്ട്. അതിനുശേഷം ഇന്ന് ഈ നാൾ വരെ എത്ര ആപ്പുകൾ വന്ന് ഫ്രീ കോളുകൾ ചെയ്യാനുള്ള എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇന്നേ വരെ ഒരു കോൾ ഇവിടുന്ന് അങ്ങോട്ട് ചെയ്തിട്ടുണ്ടോ? നമ്മളെ സുഖവിവരങ്ങൾ അന്വേഷിച്ച് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അന്നും വിളിക്കലില്ല, ഇന്നും വിളിക്കലില്ല. ഇന്ന് ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും പ്രവാസികൾ ഇങ്ങോട്ട് വിളിക്കണം, നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള വാശിയാണ് നിങ്ങൾക്ക്. ഞങ്ങൾ അവിടുന്ന് ഈ ഇല്ലാത്ത സമയം ഉണ്ടാക്കി വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ നേരമില്ല, നിങ്ങൾക്ക് സംസാരിക്കാൻ നേരമില്ല, നമ്മളോട് പുച്ഛം. എന്നാൽ നമ്മളെടുത്തുള്ള മുഴുവൻ നിങ്ങൾക്ക് വേണേനും അല്ലേ? എന്നിട്ടിപ്പോൾ എന്താ നിങ്ങൾ പറയുന്നത്? നമുക്ക് പൈസൻ്റെ മുഖമുണ്ട്. ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കി തന്നെയാണ് നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എടാ, നമ്മളൊക്കെ നാട്ടിൽ വരുമ്പം നിങ്ങളൊക്കെ നമ്മളെ മൂട്ടിലുണ്ടാവില്ലേ? എന്തിനാണ്? നിങ്ങൾക്ക് ടൂറ് പോകാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറങ്ങി